സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീത് റാം റഹീം വീണ്ടും ജയിലിന് പുറത്ത്. പരോൾ ലഭിക്കുന്നത് 14-ാം തവണ. അറസ്റ്റിലായത് ബലാത്സംഗ കേസിലാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2025, അതായത് ഈ വർഷം തന്നെ ഈ വ്യക്തിക്ക് 2 പരോളാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ജനുവരിയിൽ 21 ദിവസത്തെ പരോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 20 ദിവസത്തെ, അതായത് 2025 തന്നെ 41 ദിവസത്തെ പരോളാണ് ഇവനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ലഭിച്ചിട്ടുള്ള 14 പരോളിൽ പല പരോളിന്റെ സമയത്തും പഞ്ചാബിലോ ഹരിയാനയിലോ എലക്ഷൻസ് നടക്കും. ഒന്നെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ്, അല്ലെങ്കിൽ ബൈ ഇലക്ഷൻ, അതുമല്ലെങ്കിൽ സിവിക് ഇലക്ഷൻസ്. ഈ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്താണ് ഇവർക്ക് പരോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ എന്താണ്? ഇവർക്ക് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സ്പീച്ച് പോലും. ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് പോലും പറയാൻ പാടില്ല എന്നാണ് അതുവരെ ബാർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇലക്ഷന്റെ സമയത്ത് മാത്രം ഈ വ്യക്തിക്ക് പരോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്സാരപ്പെട്ട കേസുകളിലല്ല. 2 ബലാത്സംഗ കേസുകൾ, ഒരു മർഡർ കേസ്, അങ്ങനെയുള്ള ഒട്ടനവധി കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. ആ വ്യക്തിക്കാണ് 14 തവണ പരോൾ ലഭിച്ചിട്ടുള്ളത്. ആ പരോൾ ഇയാൾക്ക് എങ്ങനെ ലഭിക്കുന്നു? ഇത്രയും അധികം കേസ് ഉണ്ടായിട്ടും ഇതിലൊക്കെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടായിട്ടും ഇയാൾക്ക് ഇപ്പോഴും ഇയാളെ വിശ്വസിക്കുന്ന ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.